പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നലെ കോഴിക്കോട് ലോഡ്ജിൽ നടന്ന യുവതിയുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ട യുവതിക്കെതിരെ ഒരുപാട് ആൾക്കാരുടെ വിമർശനങ്ങളാണ് ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ട ശരീരമാണ്. അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുക. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അവർ ചെയ്ത തെറ്റുകൾ നമുക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ഈമാൻ നിലനിർത്തി തരട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. ആമീൻ. സംഭവം ഇങ്ങനെയാണ്. സനൂഫും ഫസീലയും ലോഡ്ജിൽ റൂമെടുത്തത് 3 ദിവസത്തേക്കാണ്. റൂമിൻ്റെ വാടക അന്വേഷിച്ചെത്തിയ ജീവനക്കാരൻ കണ്ടത് കട്ടിലിൽ കിടക്കുന്ന ഈ യുവതിയെയാണ്. ഈ യുവതിക്കൊപ്പമുണ്ടായ യുവാവിനെ പോലീസുകാരുടെ അന്വേഷണം ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം വെട്ടത്തൂർ തേലേക്കാട് പന്താലത്ത് ഹൗസിൽ ഫസീല 35 വയസ്സാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എരിഞ്ഞപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ ചൊവ്വാഴ്ച രാവിലെ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്ത തിരുവിലാമല സ്വദേശി സനൂഫിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ്. ഇയാൾ സഞ്ചരിക്കുന്ന കാറ് ചൊവ്വാഴ്ച രാത്രി കണ്ടെത്തിയത്രേ. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ചക്കാന്തറയിലെ സ്കൂളിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കാറ് കണ്ടെത്തിയത്. വണ്ടിയുടെ നമ്പർ കണ്ടാണ് സനൂഫ് ഉപയോഗിച്ച കാറാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ കഴിഞ്ഞ 24 ഞായറാഴ്ച രാത്രി 11-നാണ് സനൂഫും ഫസീലയും ലോഡ്ജിലെത്തിയതത്രേ. 3 ദിവസത്തേക്കാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. മുറിയുടെ വാടക അടക്കാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാരൻ ചൊവ്വാഴ്ച രാവിലെ ചെന്ന് നോക്കിയപ്പോഴാണ് സംഭവം ഇങ്ങനെ കണ്ടത്. യുവതിയെ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടത്. ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും യാതൊരു വിവരവുമില്ല. ഈ യുവതി വിളിച്ചപ്പോൾ ഉണരാത്തത് കൊണ്ട് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത്. മുറിയാണെങ്കിൽ പുറത്തുനിന്നും പൂട്ടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ സനൂപ് ലോഡ്ജിലുണ്ടായിരുന്നു എന്ന് ആ ലോഡ്ജിലെ ജീവനക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഫസീല മരിച്ചതോടെ ഇദ്ദേഹം മുങ്ങിയതാണോ അതോ ഫസീല സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്നൊന്നും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് ശക്തമായി അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ സംശയിക്കുന്നത് ഫസീല മരിച്ചതോടെ ഇയാൾ മുങ്ങിയതാണെന്നാണ് അവിടെ ഉള്ളവരൊക്കെ സംശയിക്കുന്നത്. സനൂഫ് ലോഡ്ജിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുവെങ്കിലും അത് വ്യാജ നമ്പറാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പോലീസ്. അതുമാത്രമല്ല, ഇയാൾ വന്ന കാറും മറ്റൊരാളുടേതാണ്. ഇതൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് പോലീസാണ്. പോലീസ് ഊർജിതമായി തന്നെ ഈ കേസിന്റെ പിറകെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല, മുറിക്കുള്ളിൽ ബലപ്രയോഗം നടന്നതായി യാതൊരു തെളിവുമില്ല. കുട്ടിയുടെ ബോഡിക്കാണെങ്കിൽ യാതൊരു പോറലുമില്ല. പിന്നെ എന്ത് സംഭവിച്ചതാണ്? ഇതായിരിക്കും നമുക്ക് ഏവർക്കുമുള്ള ചോദ്യം. അതുകൊണ്ട് കൊലപാതകമാണെന്ന് സംശയിക്കാൻ വഴിയില്ല. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം കഴിയണം, അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കണം. ഈ മരണപ്പെട്ട ഫസീല 2 തവണ വിവാഹം കഴിഞ്ഞ് മോചിതയായ പെണ്ണാണത്രേ. സുബ്ഹാനല്ലാഹ്. വിവാഹമോചന കേസ് നടക്കുന്നതിനിടെയാണ് ഈ സനൂഫിനെ പരിചയപ്പെടുന്നത്. ഈ സനൂഫിന്റെ പേരിൽ തന്നെ മുന്നേ ഒറ്റപ്പാലത്ത് പീഡന കേസിന് കേസ് കൊടുത്തതാണത്രേ. പിന്നീട് വീണ്ടും ഇയാളുമായി സൗഹൃദം തുടർന്നു. ഈ സനൂഫ് ലോഡ്ജിൽ കൊടുത്ത മേൽവിലാസത്തിലല്ല ഇയാൾ താമസിക്കുന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും പോലീസ് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മരണവിവരം അറിഞ്ഞ് ഫസീലയുടെ ബന്ധുക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മുറിയിൽ നിന്നാണെങ്കിൽ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. പോലീസുകാർ എന്തെന്നായാലും ശരിയായ അന്വേഷണത്തിൽ എത്തിപ്പെടണത്രേ. പക്ഷേ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വഴി തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പക്ഷേ ഈ യുവതിയുടെ എല്ലാ പാപങ്ങളും പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ.
ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബേ, ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലൊരു അവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ. നല്ല സ്വാലിങ്ങളായ സ്വാലിയത്തായ മക്കളാക്കി തരണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ചീത്ത സ്വഭാവത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. പടച്ച റബ്ബേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊന്നും ഇതുപോലൊരവസ്ഥയിലാക്കല്ല റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സ്വഭാവം കൊടുക്കണ റബ്ബേ. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നീ കാക്കണ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളുടെ ഖൽബിലൊക്കെ ഈമാൻ നിലനിർത്തി കൊടുക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുക. യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. മരിച്ച ഒരു കുട്ടിയാണ്, അവർക്ക് പടച്ച റബ്ബ് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇവരുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നന്മ പ്രവൃത്തികൾ ഖബറിലേക്ക് പടച്ച റബ്ബ് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.